ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. നീ അത്താഴമായി എന്നത്താണിയായി ദിവ്യകാരുണ്യമായൻ കൂടെ വാഴും. സ്തുതി. ജീവവചനത്തിലേക്ക് സ്വാഗതം. മത്തായി 26:26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. അവൻ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ചില ക്രിസ്ത്യാനികളെ ഒരു സംശയം അലട്ടുന്നതായി കേട്ടിട്ടുണ്ട്. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്ന് സഭ കർശനമായി നിർബന്ധിക്കുന്നത് എന്തിനാണ്? മറ്റു മതങ്ങളിൽ കാണുന്നത് പോലെ സൗകര്യമുള്ളപ്പോൾ ഇഷ്ടമുള്ള സമയത്ത് പോയി ആരാധനയിൽ പങ്കുകൊണ്ടാൽ പോരെ? ശാബത്താചരണം സഭയുടെ കൽപ്പനയാകുന്നതിന് മുമ്പ് യേശുവിൻ്റെ തന്നെ കൽപ്പനയായിരുന്നു. പെസഹ ദിനത്തിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച ശേഷം യേശു കൽപ്പിച്ചു, എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. 1 കൊരിന്ത്യർ 11:24. അപ്പോസ്തലന്മാരും ആദിമസഭയും ഈ കൽപ്പന അക്ഷരം പ്രതി അനുസരിക്കുകയും ചെയ്തുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 2:42 നാം കാണുന്നു. യഹൂദർ ശനിയാഴ്ചയാണ് ശാബത്ത് ആചരിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ നാഥനായ യേശു ക്രിസ്തു ഞായറാഴ്ച പുലർച്ചെ ഉദ്ധാനം ചെയ്തതിനാൽ ക്രൈസ്തവർ ഞായറാഴ്ച ഒരുമിച്ച് കൂടാനും വിശുദ്ധ ബലി അർപ്പിക്കുവാനും തുടങ്ങി. അങ്ങനെ ഞായറാഴ്ച ദിവസം ഒരുമിച്ച് കൂടി അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കുകൊള്ളുന്നത് സഭയിൽ ഒരു പതിവും പാരമ്പര്യവുമായി മാറി. വിശുദ്ധ കുർബാനയെ വിരസമായ അനുഷ്ഠാനമായും ഭാരമേറിയ ചുമടായും ചെയ്തു തീർക്കേണ്ട ജോലിയായും കണക്കാക്കുന്നത് വിശുദ്ധ കുർബാനയോടുള്ള അവഹേളനമാണ്. വിശുദ്ധ കുർബാന ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹവും സമ്മാനവുമാണ്. ഇത്രയ്ക്ക് കൃപാസമ്പന്നമായ മറ്റൊരനുഷ്ഠാനവും ക്രൈസ്തവ സഭകളിൽ ഇല്ല. നിത്യതയോളം വിലയുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ മർത്യജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്ന നീർച്ചാലാണ് ഓരോ വിശുദ്ധ കുർബാനയും. യോഹന്നാൻ 6:54 നാം ഇപ്രകാരം വായിക്കുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാനവനെ ഉയർപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും സത്യ അനുതാപത്തോടും ഒരുക്കമുള്ള ഹൃദയത്തോടും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും അനുഭവിക്കുകയും വഴി നമ്മുടെ കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്ത നിത്യജീവനിലേക്ക് യാത്ര ചെയ്യുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. നമ്മുടെ ഓരോ പൂർവ്വപിതാക്കന്മാരും നമ്മുടെ പിതാക്കന്മാരും വിശുദ്ധ കുർബാനയെ അളവറ്റം സ്നേഹിക്കുകയും വിശുദ്ധ കുർബാന പങ്കുചേരലിനും അനുഭവത്തിനും അവർ മാറ്റം വരുത്താതെ സ്വന്തം ജീവിതങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തതിനാലാണ് അവർക്ക് ദൈവത്തിന് വേണ്ടി നിൽക്കുവാനും ദൈവത്തെ പ്രതി മറ്റ് എല്ലാ കാര്യങ്ങളും എല്ലാ ഭൗതിക കാര്യങ്ങളും ചപ്പും ചവറുമായി എണ്ണുവാനും സാധിച്ചത്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന ഒരു അനുഭവമായി തീരുമ്പോൾ വരും തലമുറയും അത് ഏറ്റെടുക്കുകയും അവരുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിൻ്റെ വിശുദ്ധ ശരീരവും രക്തവും അനുഭവിക്കുന്നത് വഴിയുള്ള നിത്യജീവനിലേക്കുള്ള യാത്രയുടെ മനോഹാരിത തിരിച്ചറിയുകയും അവർ അപ്രകാരം അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യും. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ നിത്യജീവനിലേക്കുള്ള യാത്രയിൽ ഭാഗവാക്കാവുവാൻ നമ്മുടെ ജീവിതങ്ങൾ ക്രമീകരിക്കപ്പെടുവാനും ഇന്നത്തെ ഈ ചെറിയ ചിന്ത ഇടവരുത്തട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ച് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.